അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം എന്റെ 21 വാക്യം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഒരിക്കൽ ആ വചനം വായിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനമാണ്. അവരുടെ ദൗത്യം എന്തുവാ? ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഒരു ജോലി ചെയ്തിട്ട് ആ ജോലി വേണ്ട വിധത്തിൽ വിജയിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏത് കാര്യമായിരുന്നു വിജയിക്കാതെ വരുമ്പോൾ, നമ്മൾ പറയും അത് പാഴ്വേലയായി എന്ന് പറയും. അത് പാഴ്വേലയായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മളതിനെ നീക്കിക്കളയും. എന്നാൽ ദൈവം ഒരിക്കലും മനുഷ്യന്റെ സൃഷ്ടിയുള്ള ബന്ധത്തിൽ അത് പാഴ്വേലയായിരുന്നു എന്ന് പറഞ്ഞ് നീക്കിക്കളഞ്ഞിട്ടില്ല. കുശവന്റെ കയ്യിലെ മൺപാത്രം ചീത്തയായി പോയെങ്കിലും കുശവൻ അത് പാഴ്വേലയാണെന്ന് പറഞ്ഞ് മാറ്റിക്കളയാതെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്നുള്ളതാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ 18 വായിക്കുന്നത്. ലേലിയ. അപ്പൊ നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളൊരു പാഴ്വേലയായി എന്ന് പറഞ്ഞ് നമ്മെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഈ ഭൂമി പോലും കാണുകയില്ലായിരുന്നു. ദൈവം ഒരിക്കലും പാഴ്വേലയായിട്ടല്ല നമ്മളെ കാണുന്നത്. നമ്മുടെ കുറവുകൾ അറിഞ്ഞ്, നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞ്, നമ്മുടെ വീഴ്ചകളും താഴ്ചകളും ഒക്കെ അറിഞ്ഞ് നമ്മെ വീണ്ടും പണിതെടുത്ത് തനിക്ക് ബോധിച്ചൊരു പാത്രമാക്കി എടുക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ ഈ ദൈവശബ്ദം കേട്ടത്. ഹല്ലേലൂയ. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിലെ ചരിത്ര പശ്ചാത്തലം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രവാസത്തിൽ നിന്നും ഇസ്രായേലിനെ സ്വദേശത്തേക്ക് മടക്കി വരുത്തിയത് ദൈവത്തിന്റെ കൃപ മാത്രമായിരുന്നു. ഇസ്രായേലിനെ നീണ്ട 70 വർഷം ബാബേൽ പ്രവാസത്തിലാണ്. അവിടെ നിന്ന് മടങ്ങി വരുമെന്ന് യാതൊരു പ്രതീക്ഷയും അവർക്കില്ല. എങ്കിലും അവരെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവന്നത് ദൈവകൃപയാണ്. യാതൊരു കാരണവശാലും അവർക്ക് അതിന് അർഹതയുണ്ടായിരുന്നില്ല. അവർ പ്രവാസത്തിലായിരുന്നപ്പോൾ ദൈവം അവരോട് ഈ യാഗങ്ങളോ മതകർമ്മങ്ങളോ ചെയ്യുവാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല. പ്രവാസത്തിലാണെങ്കിലും ദൈവരുടെ യാഗങ്ങളോ മതകർമ്മങ്ങളോ ഒന്നും ചെയ്യുവാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത് 24 വാക്യത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല, നിന്റെ കന്യാകങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല, നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ദൈവം ഒരിക്കലും നമ്മൾ ചോദിച്ചില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പാപങ്ങൾ കൊണ്ട് കർത്താവിനെ വീണ്ടും വീണ്ടും ബന്ധപ്പെടുത്തുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിലാണ് ദൈവം അവരെ മടക്കി വരുത്തി അവർ എന്നെ സ്തുതിക്കും എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുവഴി നാം ദൈവത്തോട് ചേർന്നിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവി, നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ ഒരു പാഴ്വേലയല്ല. ഹല്ലേലൂയ. നിങ്ങളൊരു പാഴ്വേലയ്ക്കായിട്ട് സൃഷ്ടിച്ചതുമല്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ കരുത്ത് കാണത്തില്ല, ശക്തി കാണത്തില്ല, സൗന്ദര്യം കാണത്തില്ല, വിദ്യാഭ്യാസം കാണത്തില്ല, നിങ്ങൾക്ക് ഇവിടെ പ്രൗഢഗംഭീരമായ ഒന്നും കാണത്തില്ല. നിങ്ങൾ എല്ലാവരെക്കാളും ബലഹീനനായ മനുഷ്യനായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ബലഹീനതകളെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതും ദൈവം നിങ്ങളെ വേർതിരിച്ചതും നിങ്ങൾക്ക് ജന്മം തന്നതും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ വചനം പറഞ്ഞു, അവർ എനിക്ക് വേണ്ടി, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി എന്റെ ഇഷ്ടങ്ങളെല്ലാം ചെയ്ത് അവരെനിക്ക് വേണ്ടി തന്നെ നിൽക്കും എന്നൊരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ യഹോവയായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ടായിരിക്കാം. ഹല്ലേലൂയ. പ്രവാചക ശബ്ദത്തിലുള്ള തിരിച്ചറിയുമ്പോൾ പുതിയ നിയമസഭയുള്ള ബന്ധത്തെ പറയട്ടെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളാണ്. നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരുപാട് പദ്ധതികളും പ്ലാനും ഉണ്ട്. അത് നിന്നിലൂടെ നിറവേറുവാൻ, നിന്നിലൂടെ നടപ്പാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് നിന്നെ. അപ്പൊ കർത്താവിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നിന്നെ
ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവനാമത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും കർത്താവാണ്. നിങ്ങളുടെ ഓരോ അവയവങ്ങളെ പ്രവർത്തിക്കും കർത്താവ്. നിങ്ങളുടെ ശരീരത്തിലുള്ള എണ്ണിയാൽ തീരാത്ത അവയവങ്ങളെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. മനുഷ്യന്റെ ശ്വാസവും ഹൃദയസ്പന്ദനവും അവന്റെ കൈകളിലാണ്. നമ്മുടെ ശ്വാസം, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമെല്ലാം നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം ഇരിക്കുന്നത് തന്നെ. കാരണം ആ മുറിവേറ്റ കരങ്ങളിൽ നമ്മെ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുന്നത്, ഞാൻ നിന്നെ എന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ അവനെ സ്തുതിക്കാതിരുന്നാൽ, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്താതിരുന്നാൽ അത് നിങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. പ്രവാസത്തിൽ കിടന്ന ജനം, ദൈവവുമായി ബന്ധമില്ലാതെ കിടന്ന ജനം, ദൈവത്തിന് യാഗങ്ങളോ മതകർമ്മങ്ങളോ ഒന്നും ചെയ്യാതെ കിടന്ന ജനം, അവരെ പ്രവാസത്തിൽ മടക്കിക്കൊണ്ടുവന്ന് വീണ്ടും അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവസാന്നിധ്യം നാം തിരിച്ചറിഞ്ഞ് നമ്മളെ അവന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ സ്തോത്രം നാം നാൾ തോറും അവന്റെ സ്തുതിയെക്കുറിച്ച് വിവരിക്കണം. പ്രൈസലോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. കാരണം നിങ്ങളുടെ അവയവങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ ശ്വാസവും ഹൃദയസ്പന്ദനവും അവന്റെ കൈകളിലാണ്. അതുകൊണ്ട് സൃഷ്ടാവ് സൃഷ്ടിച്ചതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. സൃഷ്ടാവ് സൃഷ്ടിച്ചതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ വണങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കർത്താവ് സൃഷ്ടിച്ചതെല്ലാം ദൈവത്തിന് വേണ്ടി. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാ? ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തെ വണങ്ങുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിനകത്ത് ഒരിക്കലും നിങ്ങൾ പിന്നോക്കം പോകരുതെന്ന പരിശുദ്ധാത്മാവ് പറയുകയാണ്. അല്ലെങ്കിൽ പാപത്തിന്റെ, ശാപത്തിന്റെ, അന്ധകാരത്തിന്റെ അധാർമിയുടെ നടുവിൽ വീണ് കിടന്ന നിനക്ക് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ ആയിരുന്ന നിന്റെ ജീവിതത്തിന്റെ നാളുകൾ, ഹല്ലേലൂയ, നീ ചിന്തിച്ചു നോക്കിയാൽ രക്തം ജയം. ഹല്ലേലൂയ. ലോകം നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, വീട്ടുകാർ നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, സ്വന്തക്കാരും എല്ലാം നിന്നെ മാറ്റി നിർത്തിയപ്പോൾ, ഭവനത്തിനകത്ത് നീ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നിരാശയുടെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ ആ അനുഭവത്തിൽ നീ കടന്നുപോയ സാഹചര്യമില്ലേ? അവിടെയെല്ലാം നിന്നെ തള്ളിക്കളയാതെ, നീ ഒരു പാഴ്വേലയാണെന്ന് പറഞ്ഞ് ദൈവം മാറ്റി നിർത്താതെ അതിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകം നിന്നെ പകച്ചാലും നീ ഭാരപ്പെടേണ്ട. കർത്താവിന് ബോധിച്ചൊരു പാത്രമായി ദൈവം നിന്നെ പണിതെടുത്ത് നിന്നെ നിർത്തിയിരിക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ശ്രോതാക്കളെയും പറയട്ടെ, ജാതിയല്ല മതമല്ല ഇവിടെ വിഷയം. ജാതിയോ മതവും ഒക്കെ അവിടെ കിടക്കട്ടെ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാധനം സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടന്ന, ശാപത്തിൽ വീണ് കിടന്ന, അന്ധകാരത്തിലും അധാർമിയിലും ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ വിചാര മന്ത്രവാദ കൂടോത്ര ശുദ്ധശക്തികൾ നിന്നെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിന്റെ നടുവിൽ നീ മഹാരോഗിയായി, മാറാത്ത വേദനയോടെ, നിരാശയോടെ, ദുഃഖത്തോടും കൂടി ആയിരുന്ന സന്ദർഭമുണ്ട്. അതിന്റെ നടുവിൽ ദൈവം നിന്നെ വിടിപ്പിച്ച് കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയാമോ? നീ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. കാരണം ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം, ഹല്ലേലൂയ, അവർ എന്റെ സ്തുതിയെ വിവരിക്കും. കാരണം ദൈവത്തിന്റെ പ്രതീക്ഷയാണ്. അപ്പം കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണുള്ളത്. ഒരപ്പന് മക്കളെക്കുറിച്ച് വളരെ പ്രതീക്ഷയാണ്. അപ്പനും അമ്മയ്ക്കും തന്റെ മക്കളെക്കുറിച്ച് വളരെ പ്രതീക്ഷയാണ്. അവരെ പഠിപ്പിക്കണം, വലുതാക്കണം, അവർക്ക് നല്ല ജോലി വാങ്ങണം, അവരെ വിവാഹം കഴിച്ചയക്കണം, അവർക്ക് നല്ല തലമുറകളുണ്ട്, അവർ നല്ല നിലയിൽ ജീവിക്കണമെന്നൊക്കെ ഒരു മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് നല്ല പ്രതീക്ഷയുള്ളതുപോലെ, ഹല്ലേലൂയ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ പ്രതീക്ഷയാണ് കേട്ടോ. നിങ്ങളെ പഠിപ്പിച്ച സ്കൂളിലെ നിങ്ങളുടെ അധ്യാപകർക്ക്, ഹല്ലേലൂയ, നിങ്ങൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം. നിങ്ങൾ നന്നായി പഠിച്ച് എല്ലാ വിഷയത്തിൽ നിന്നും മാർക്ക് വാങ്ങി നിങ്ങൾ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് ലോകപ്രകാരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ ശരീരത്തെ, എന്റെ അവയവങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന കർത്താവ്. നിങ്ങളുടെ ശ്വാസവും ഹൃദയസ്പന്ദനവും അവന്റെ കരങ്ങളിലിരിക്കും. നിങ്ങൾ അവന്റെ കരങ്ങളിൽ ഉള്ളംകരങ്ങൾ വരച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? രക്തം ചെയ്യും. അപ്പൊ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. ആ മനുഷ്യൻ അവനെ സ്തുതിക്കണം എന്നുള്ളതാണ്. കർത്താവിന്റെ പ്രതീക്ഷയും അത് തന്നെയാണ്.
ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം. ഹല്ലേലൂയ. കാരണം നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് വളരെ പ്രത്യാശിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരു നല്ല പിതാവുണ്ട്. ഇവിടെ വചനം പറഞ്ഞ് സ്തുതിക്കുമ്പോഴുള്ള ഹല്ലേലൂയ ആനന്ദത്തെക്കുറിച്ച് ദാവീദ് രാജാവ് മനസ്സിലാക്കി കർത്താവിന്റെ പെട്ടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ സ്തുതിച്ചു. ഹല്ലേലൂയ. നൃത്തം ചെയ്തെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കാണാൻ കഴിയും. 6-ാം അധ്യായം അതിന്റെ 13 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ആ ഭാഗം കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായി സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ഹല്ലേലൂയ ബാലെ യഹൂദിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹിയോവും ആ പെട്ടകത്തെ ആ പുതിയ വണ്ടിയെ തെളിയിച്ചു. കുന്നിന്മേലുള്ള അബീനദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ ഹല്ലേലൂയ അഹ്യോദ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹം ഒക്കെയും സരളമഴം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളും കിന്നരം വീണ, തപ്പ്, മുരശം, കൈത്താളം എന്നിവയോടുകൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തെന്ന. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 തൊട്ട് വായിച്ച് താഴോട്ട് വരണം. അവിടുന്ന് നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പം ദൈവത്തിന്റെ പെട്ടകം ഹല്ലേലൂയ സ്തോത്രം അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർ പുതിയ കാളവണ്ടിയുടെ മുമ്പിൽ ഹല്ലേലൂയ അവർ ദൈവത്തെ സ്തുതിക്കുക. അപ്പം ദാവീദിന്റെ സകല ഗൃഹവും, ദാവീദ് രാജാവാണ്, താൻ രാജാവായിരുന്നിട്ട് പോലും ലജ്ജ കൂടാതെ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദാവീദ് ഇത്രമാത്രം ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തിയെങ്കിൽ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതം, നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. പഴയ നിയമ കാലഘട്ടത്തിൽ ദാവീദിന് അങ്ങൊരു അനുഭവം കൊടുത്തെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ ഓർത്താൽ ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്ന കൃപകൾ ഓർത്താൽ, നമ്മുടെ കരങ്ങളിൽ നിയമപ്പെട്ട ഈ സത്യവേദ പുസ്തകം ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ നിയമപ്പെട്ടകം കയ്യിലെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ചാനന്ദിച്ചാർത്ത് വിളിക്കണം. രക്തം ചെയ്യും. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ നിർമ്മിച്ചതും സൃഷ്ടിച്ചതും ഈ വചനമൊക്കെ നമുക്ക് തന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം പഞ്ഞിൽ ഊലങ്കി ധരിച്ചുകൊണ്ട് താൻ രാജാവാണെന്ന കാര്യം മറന്ന് തന്നെ അനേകം ജനങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് പോലും കാര്യമാക്കാതെ അല്ലെങ്കിൽ സൈന്യം തന്നെ കുറിച്ച് എന്തു പറയുമെന്ന് കരുതാതെ പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്യുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് പഞ്ഞി ഹല്ലേലൂയ നൂലങ്കി ധരിച്ചുകൊണ്ട് താൻ രാജാവാണെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി. ഹല്ലേലൂയ. തന്നെ അനേകർ ശ്രദ്ധിക്കുന്നു എന്ന് പോലും കാര്യമാക്കാതെ, സൈന്യം തന്നെ കുറിച്ച് എന്ത് പറയുമെന്ന് കരുതാതെ താൻ പൂർണ്ണ ശക്തിയോടെ, നമുക്കല്ലേ നമ്മൾ അവൻ പരിസരം മറന്ന ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയാറില്ലേ? ചിലപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, ദൈവശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, ദൈവകൃപ അളവില്ലാതെ നമ്മുടെ മേൽ വന്ന് ആത്മാവിന്റെ ശക്തിയാൽ ഞാനും നിങ്ങൾ നിറയപ്പെടുമ്പോൾ നമ്മൾ പരിസരം നോക്കാതെ, ചുറ്റുമുള്ള ജനം നമ്മളെ ശ്രദ്ധിക്കും, നമ്മൾ നോക്കാതെ, അല്ല മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുമെന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. അവൻ നമ്മളെ സ്തുതിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അവനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സ്തുതിച്ചത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തെ അനുഭവിച്ചറിയുക, രുചിച്ചറിയുക എന്നൊക്കെ പറയും. ഹല്ലേലൂയ. അപ്പൊ എന്റെ കർത്താവ് എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തു എന്ന് ദാവീദിന് പറയാൻ കഴിയും. അപ്പൊ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാ ദൈവം എന്ന് പറഞ്ഞാൽ, ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദിനെ ദൈവം ചെയ്തു ഇസ്രായേലിന്റെ രാജാവാക്കി മാറ്റി. ഹല്ലേലൂയ.
എന്റെ ശത്രുക്കളെ നശിപ്പിച്ചു, ദാവീദിന്റെ ശത്രുക്കളെ നശിപ്പിച്ചു തനിക്ക് ജയം ദൈവം നൽകിയത് കൊണ്ട് അവനെ നമസ്കരിക്കാതെ ഇപ്പാൻ ദാവീദെന്ന് പറയുന്ന വ്യക്തിക്ക് കഴിയില്ല. അല്ലേ? നമ്മൾ 136 സംഗീതനൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്വിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതെ, ദാവീദിന്റെ താഴ്ചയിൽ ദാവീദിനെ ഓർത്ത ദൈവം, ശത്രുക്കളെ നീക്കിക്കൊടുത്ത ദൈവം, ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്ത ദൈവം. ഹല്ലേലൂയ. ദാനിയേലും അല്ലേ ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ശക്തമായി ഇസ്രായേൽ രാജ്യത്ത് ഉപയോഗിച്ചതുപോലെ ദൈവം നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നാം ദാവീദിനെ പോലെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് ആളുകൾ ദൈവത്തെ സ്തുതിച്ചവരുണ്ട്. ഹല്ലേലൂയ. പ്രവാസ കാലഘട്ടത്തിൽ പഴയ നിയമ പ്രവാചകന്മാരൊക്കെ ദൈവത്തെ സ്തുതിച്ചു, കർത്താവിന്റെ അതിശക്തിയോടെ നിന്നു. ഹല്ലേലൂയ. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിരുന്നു. അവർക്കെതിരെ വലിയ പ്രതികൂലങ്ങളും നിയമങ്ങളും ഒക്കെ അന്ന് എഴുതി രേഖകൾ തയ്യാറാക്കിയിട്ടും അവർ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒരിക്കലും പുറകോട്ടായിരുന്നില്ല. ശത്രുഘ്ന മേശക് അബേദ്നെഗോ പോലുള്ളവർ എരിയുന്ന തീച്ചൂളയിലിട്ട് അവരെ എറിഞ്ഞു കളഞ്ഞിട്ടും ദൈവത്തെ സ്തുതിക്കുന്നതിൽ അവർ ശക്തരായിരുന്നു. സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേൽ എറിഞ്ഞു കളഞ്ഞെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ ദാനിയേൽ മുൻപന്തിയിലായിരുന്നു. അല്ലേ? അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും നോക്കിയാലും എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. ആദിമസഭയുടെ ആരംഭകാലങ്ങളിൽ മനസ്സിലാക്കിയാൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തി നിന്നിട്ട് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗ്ഗാരോഹണം ചെയ്ത് 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ ആമേൻ അവർ കൂടിയിരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുരുങ്ങി, പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി അവർ തമ്മിൽ പതിഞ്ഞപ്പോൾ അവർ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. പരിസരം മറന്ന് അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പരിസരം മറന്ന് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവരെ പിന്നത്തേതിൽ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി ദൈവസഭയുടെ ഓരോ ഭാഗത്തും അവരെ നിയമിക്കുക മാത്രമല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഹല്ലേലൂയ പരിപാലന വരങ്ങളും സഹായിച്ചുള്ള വരങ്ങളും ഭാഷാവരങ്ങളും ഹല്ലേലൂയ വ്യാഖ്യാനവരങ്ങളും എല്ലാം ദൈവം അവരിൽ പകരുവാൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തും തോറും സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ കൃപകൾ നമ്മുടെ മേൽ പെരുകുവാൻ തുടങ്ങും. അല്ലേ? അപ്പൊ നമുക്ക് ദൈവമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ചുറ്റുമുള്ള ശത്രുക്കളെല്ലാം നീക്കി ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നാം യഹോവ നല്ലവെന്ന് രുചിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കരുതലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. ഇന്നലത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. നാളെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഹല്ലേലൂയ. ഇന്നാണ് നിങ്ങളുടെ ശ്രേഷ്ഠ ദിവസം. ഇന്നാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവസാന ദിവസം. ഇന്നാണ്. ഒരുപക്ഷെ നാളെ നീ ഈ ഭൂമിയിൽ ഉണ്ടാകും നിനക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഇന്നാണ് നിന്റെ അവസാന ദിവസമെന്ന് നീ ചിന്തിച്ചുകൊണ്ട് എനിക്ക് തന്ന ശ്രേഷ്ഠ ദിവസം ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഞാൻ കർത്താവിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നവനാ, കർത്താവിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നവളാ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എനിക്ക് ഈ ഭൂമിയിൽ ആരോഗ്യവും ബലവും തന്നത്. എൻ്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളും എൻ്റെ ശ്വാസമെല്ലാം അവൻ്റെ കരങ്ങളിലാ. അവൻ്റെ ഉള്ളക്കരങ്ങളെന്നെ വരച്ചിരിക്കുക. ശത്രു തൊടാതെ വണ്ണം അവൻ എന്നെ കാത്തു പരിപാലിക്കുന്ന കണ്ണിലേക്ക് കൃഷ്ണമണി പോലെ എന്നെ കാത്തു സൂക്ഷിക്കുന്നു. അവൻ എനിക്ക് തീമതിലാണ്, കോട്ടയാണ്. അല്ലെങ്കിൽ അവൻ എനിക്ക് ചുറ്റും വേര് കെട്ടി സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് നീ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. നമ്മളെ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്ക് മാതാപിതാക്കൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം ഐശ്വര്യത്തിലേക്ക് വരും. ഹല്ലേലൂയ. പ്രഭാത സമയത്ത് നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന ഗാനങ്ങൾ പാടി നിങ്ങൾ ദൈവത്തെ ദൈവവചനം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന് സ്തുതി കൊടുക്കുമ്പോൾ, കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ പ്രഭാതത്തിൽ തന്നെ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്ന് ഭവനത്തിനകത്ത് വെളിച്ചം വീശുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇരുളുകൾ മാറും. പ്രൈസ് ദി ലോർഡ്. തകർന്ന്
ിരിക്കുന്ന ജീവിതങ്ങളോട് പറയട്ടെ, മനസ്സ് മരവിച്ചിരിക്കുന്നവർ പറയട്ടെ, സങ്കടപ്പെട്ടിരിക്കുന്നവർ പറയട്ടെ, പ്രഭാതത്തിന് എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്ന് പകൽ പരിശുദ്ധന്മാ പറയുക, നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. അവൻ നിനക്ക് വീണ്ടും ചില അത്ഭുതങ്ങളെ ചെയ്യും, രക്തം ചെയ്യും. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. നമ്മളിവിടെ സ്ഥിരവാസിയല്ല. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളിവിടെ നിന്ന് വിട്ടു പോകണം. ഒരു ദിവസം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തേ മതിയാകൂ. ഈ ഭൂമിയെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയില്ല. ഈ ഭൂമിയെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ കഴിയില്ല. നമ്മളിവിടെ എല്ലാം അന്യരും പരദേശികളുമാണ്. താൽക്കാലിക ജീവിതമാണ് നമ്മൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടവരാണ്. നാം ഒഴിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണം? സമാധാനത്തോടെ പോകണം. അല്ലേ? നമ്മൾ ഈ ഭൂമി ഒഴിഞ്ഞു പോകുമ്പോൾ സമാധാനത്തോടെ പോണം. എങ്ങനെ സമാധാനമാ? ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ച് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവനെ ഞാൻ മഹത്വപ്പെടുത്തി, എൻ്റെ നാമത്തെ ഉയർത്തി, എനിക്ക് സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞു പോകാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കണം. അല്ലേലിയ. അങ്ങനെ ഇല്ലാത്തവരാണ് ഈ പോയി ആത്മഹത്യ ചെയ്യുന്നത്. അല്ലേലിയ. കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ അറിയാത്തവരും ഒന്നും ചെയ്യാത്തവരും ഒന്നും ചെയ്യാൻ പ്രാപ്തി ഉണ്ടെങ്കിലും അത് ചെയ്യാത്ത മടിയന്മാരൊക്കെ, അലസന്മാരൊക്കെ ജീവിതത്തിൽ മൂഢന്മാരായി പോയിട്ടുണ്ട്. പലരും തങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, വിഷയങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ സ്വയം മരണത്തിന് വിധേയപ്പെടും. അങ്ങനെ നിങ്ങൾ സ്വയം മരണത്തിന് വിധേയപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ കർത്താവിനെ സ്തുതിക്കുന്നവനെ ദൈവം ഒരിക്കലും മറന്നു കളയില്ല. കർത്താവിനെ ആരാധിക്കുന്നവനെ ദൈവം ഒരിക്കലും മറന്നു കളയില്ല. അവനെ ദൈവം മാറോട് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 115 സങ്കീർത്തനത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. 115 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 115 സങ്കീർത്തനം അതിന്റെ 17 വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അവിടെ അങ്ങനെ എഴുതാൻ കാരണം? ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുമുള്ള ഒരു ആഹ്വാനത്തെ അവിടെ പറഞ്ഞിട്ട്, ദൈവത്തെ സ്തുതിക്കുന്നവർ ആരെല്ലാം? ഭൂമി ജീവനോട് ശേഷിച്ചിരിക്കുന്നവർ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്നും മരിച്ചു മൺമറഞ്ഞു പോയവർ ദൈവത്തെ സ്തുതിക്കുന്നില്ലെന്നും ഈ വാക്യങ്ങൾ വ്യക്തമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചു മൺമറഞ്ഞു പോയവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന്, ഹല്ലേലൂയ, നമ്മൾ ഈ വചനത്തിൽ കൂടെ നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 38 അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 18 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 18 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വചനം രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ലഭിച്ച സമയം എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മീയാർത്ഥത്തിൽ ചിന്തിച്ചാൽ മരിച്ചവർ എന്ന് പറയുന്നത് പാപത്തിൽ മരിച്ചവരെ ഉദ്ദേശിച്ചാണ്. മരിച്ചവർ എന്ന് പറയുന്നത് പാപത്തിൽ മരിച്ചവരെ ഉദ്ദേശിച്ചാണെന്ന് നമ്മൾ 17 വാക്യം വായിച്ചു. സങ്കീർത്തനം 115:17 വായിച്ചു. അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയില്ല. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. അല്ലേ? എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തുവെന്ന് 115 സങ്കീർത്തനം 18 വാക്യം പറയാം. 17 തവണ മരിച്ചവരും അവരും ഇറങ്ങിയിരിക്കുക ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്പൊ മരിച്ചു പോയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഭൂമി ജീവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. അതിന്റെ മറ്റൊരർത്ഥമാണ്, ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മരിച്ചവർ എന്ന് പറയുന്നത് പാപത്തിൽ മരിച്ചവർ. അതുകൊണ്ട് പാപത്തിൽ മരിച്ചു കിടക്കുന്നവൻ പാപത്തെക്കുറിച്ചുള്ള സഹനം, പാപത്തെക്കുറിച്ച് അവന്റെ ഹൃദയത്തിൽ ആർത്തി കയറി കിടക്കുന്നത്. അവന് ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തെ സേവിക്കുവാനോ കഴിയില്ല. അവൻ പാപം ചെയ്യാൻ തിടുക്കം കൂട്ടുകയാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച വീണ്ടെടുപ്പിന്റെ ദൈവമക്കൾ എന്ത് ചെയ്യും? അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്തിന്? അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു കിട്ടിയുണ്ട്, അകൃത്യങ്ങളെ ക്ഷമിച്ചു കിട്ടിയുണ്ട്, നാശകരമായി കുഴിയിൽ നിന്നും കുഴഞ്ഞു ചെയ്യുന്നവരെ കയറ്റി
കയറി ക്രിസ്തുത പാറമേൽ അവരെ ഉറപ്പിച്ചത് കൊണ്ട് അല്ലേലൂയ അവർ എപ്പോഴും ആന്തരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ആന്തരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നിന്റെ ഭവനത്തിനകത്ത് നന്മ ലഭിക്കാതെ പോയത്, നിന്റെ കുടുംബത്തിനകത്ത് ബന്ധനങ്ങൾ കടന്നു വരുന്ന, ശാപങ്ങൾ കടന്നു വരുന്ന, പോരുകൾ കടന്നു വരുന്നത്, നിന്റെ തലമുറയ്ക്ക് ഉയരുവാൻ കഴിയാവുന്നതിലും നിന്റെ തലമുറയെ സാത്താൻ ശക്തികൾ അലട്ടുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ഇല്ല. സ്തുതി സ്തോത്രങ്ങളെ ശബ്ദം നിന്റെ കുടുംബത്തിന് ഇല്ലാത്തത് കൊണ്ട് നിന്റെ കുടുംബത്തെ പിശാച് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അവൻ നാം ഇന്നുപോലെ എന്ത് യഹോവയെ വാഴ്ത്തുമെന്ന് അവനെ വായിക്കുക. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തെ വിളിച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഫിലിപ്പിയിലെ 1:21. കാരണം ഈ ഭൂമിയെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കാണാൻ കഴിയും. എന്നും മരണശേഷം ക്രിസ്തുവിനോട് കൂടെ പർദീസയിലാണ് വിശ്വാസികളുടെ സ്ഥാനം. ഹല്ലേലൂയ. നാം ഈ ഭൂമി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥാനം ക്രിസ്തുവിനോട് കൂടെയാ, പർദീസയിലാണ്. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മരണാനന്തരം നിനക്കൊരു നിത്യജീവിതമുണ്ട്. ആ നിത്യജീവിതം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട് പർദീസയിലായിരിക്കണമെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ജനം അവർ എന്നെ സ്തുതിക്കുമെന്ന് പ്രവാചകരോട് പറഞ്ഞതുപോലെ ഈ ഭൂമി വെച്ച് തന്നെ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ഭവനത്തിൽ സ്തുതി സ്തോത്രങ്ങളാൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറാതെ, മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു ശത്രുതയായി മാറാതെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായി മാറണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ ലോകപ്രകാരം ജീവിക്കരുത്. ഹല്ലേലൂയ. എന്റെയൊക്കെ ജീവിതകാലം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. എന്റെയൊക്കെ ജീവിതകാലം പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 25 വർഷമാണ്. അതിനു മുമ്പ് എൻ്റെ ഒരു 25 വർഷമുണ്ട്. ഹല്ലേലൂയ. ആ 25 വർഷം എന്നൊക്കെ പറയുന്നത് അതിരാവിലെ എഴുന്നേറ്റ് മദ്യഷാപ്പിലേക്ക് ഓടുന്ന, കള്ളുഷാപ്പിലേക്ക്. എന്തിനാ കള്ളുഷാപ്പിലേക്ക് പോകുന്നത്? തലേ ദിവസം മുഴുവൻ കുടിച്ച് വീർത്ത് സുബോധമില്ലാതെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് കൈയും കാലും വിറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് രാവിലെ എഴുന്നേറ്റ് കള്ളുഷാപ്പിലേക്ക് ഓടും. കള്ളുഷാപ്പുകാരൻ പ്രഭാതത്തിൽ തന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, അവർക്ക് കള്ള് തരാൻ വേണ്ടി. കാരണം ഞങ്ങൾക്ക് അത് കുടിച്ചിട്ടുണ്ട്, എൻ്റെ കൈകാലുകളെ വിറയിൽ മാറ്റിയിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലായിരുന്നു. അതാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും ദോഷത്തിലേക്ക് കൊണ്ടുപോയത്, ശാപത്തിലേക്ക് കൊണ്ട്. പാപിയായ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ പാപത്തെ ക്ഷമിച്ച് തന്നെ വീണ്ടെടുത്ത് കർത്താവിന്റെ രക്തോടനെ കഴുകി വെടിപ്പാക്കി കഴിഞ്ഞപ്പോൾ പ്രഭാതത്തിൽ എഴുന്നിട്ട് കള്ളുഷാപ്പിലേക്ക് ഓടുന്ന പണിയല്ല എൻ്റേത്. പ്രഭാതത്തിൽ എഴുന്നിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവമുഖം അന്വേഷിക്കാൻ തുടങ്ങി. പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇരിക്കുവാൻ തുടങ്ങി. ദൈവത്തിനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? എൻ്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ, പാപ സ്വഭാവങ്ങളെ എല്ലാം ദൈവം നീക്കിക്കളഞ്ഞിട്ട് എനിക്കൊരു മരണമുണ്ടെന്നും മരണാനൊരു ജീവിതമുണ്ടെന്നും നിത്യതയിൽ കർത്താവിനോട് പർദീസയിലാണെന്നുള്ള വെളിപ്പാട് എൻ്റെ ദൈവം എനിക്ക് തന്നപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി മാറിയത്. ഒരു പാപിക്ക് ഒരിക്കലും ഒരു മനുഷ്യന്റെ വേഷം കെട്ടാൻ കഴിയത്തില്ല. നിങ്ങൾ സംശയിക്കും. എന്റെ അനുഭവം കൂടെ, ഒരു പാപിക്ക് ഒരു നല്ല മനുഷ്യന്റെ വേഷം കെട്ടാൻ കഴിയത്തില്ല. കാരണം ഒരു പാപിയായ മനുഷ്യൻ എപ്പോഴും പാപ സ്വഭാവത്തിലായിരിക്കും. പാപം ചെയ്യാനുള്ള പ്രേരണ അവൻ്റെ ഉള്ളിൽ. അവന് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും തെറ്റായ ചിന്താഗതികൾ. അവന്റെ മനസ്സ് വളരെ ഇരുളായിരിക്കും. മനസ്സിൽ ഒരുപാട് കുരുട്ടുബുദ്ധികളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് തന്ത്രങ്ങൾ മെനയും. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനെ ജീവിക്കാൻ ഒരു പാപിക്ക് കഴിയില്ല. ഒരു മദ്യപാനിക്ക് കഴിയില്ല. ഒരു പാൻമസാലകൾ ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല മനുഷ്യനെ ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര ക്രൂര മനോഭാവം, ക്രൂര സ്വഭാവം, ക്രൂരമായ ചിന്തകളായിരിക്കും. എന്നാൽ പാപത്തെ ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം കൊണ്ട്, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകൽപ്പെട്ട ദൈവജനത്തിന്, കഴുകൽപ്പെട്ട ഒരു വ്യക്തിക്ക്
അവന്റെ മുഖത്ത് ദൈവ തേജസ് നിറയപ്പെടും. അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും ദൈവത്തുള്ള സ്തുതി സ്തോത്രങ്ങൾ വീരുവാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ പാപത്തിന്റെ സ്വഭാവങ്ങളെ നീ വിട്ടുകളഞ്ഞിട്ട്, പാപത്തിന്റെ പ്രവൃത്തികൾ വിട്ടുകളഞ്ഞ് നീ ദൈവസന്നിധിക്ക് മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിക്കണം. ഈ ഭൂമിയിൽ മാത്രമേ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. അതിന്റെ പാപത്തെ വിടിഞ്ഞ് നീ മടങ്ങി വാ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ മരിച്ചവരും മൗനത ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കുമെന്നാണ് വചനം പറയുന്നത്. അപ്പൊ ക്രിസ്തു പർദീസം നമുക്കായി തുറന്നു. ഹല്ലേലൂയ. അവിടെ സന്തോഷവും സ്തുതി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മരണാനന്തരം ക്രിസ്തു പർദീസ നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ ഈ ഭൂമി പാപിയായി ജീവിച്ച് ഇവിടുത്തെ കള്ളിനും മദ്യത്തിനും ഒക്കെ ജീവിച്ച് ഇവിടുത്തെ ലോകത്തിന്റെ ജഡിക പാപസ്വങ്ങൾ ജീവിച്ച് നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പർദീസയല്ല തുറക്കപ്പെടുന്നത്, നരകമാണ് തുറക്കപ്പെടുന്നത്. ഒരു പാപിയുടെ മരണത്തിൽ തുറക്കപ്പെടുന്നത് പാതാളമാണ്. പാതാളം അല്ലെങ്കിൽ നരകം എന്ന ഒരു വിശുദ്ധന്റെ മരണത്തിന്റെ മുമ്പിൽ സ്വർഗീയ പർദീസ തുറക്കും. ഹല്ലേലൂയ. പാതാളം അഥവാ നരകവാതിൽ തുറക്കുന്ന സാത്താനാ. സാത്താൻ നിന്നെ ആ നരകവാതിലൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നൊരു വിശുദ്ധന്റെ മരണശേഷം വിശുദ്ധന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദൈവം സ്വർഗീയ പർദീസ തുറന്ന് അവനെ സ്വർഗീയ പർദീസയിലേക്ക് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. അവിടെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കുമെന്ന് പ്രവാചകൻ മുമ്പ് കൂട്ടി പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആ വചനം നിന്നോടാകട്ടോ. നീ നിന്റെ മക്കളും, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ നിന്റെ മക്കളും, നീ നിന്റെ ഭാര്യ, അപ്പനും അമ്മയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. നിന്റെ സകല കഷ്ടതകളും മാറും. നിന്റെ സകല കഷ്ടതകളും മാറും. സകല ബന്ധനങ്ങൾ പറയും. പലരും വിളിക്കുമ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും, എന്റെ ഭാഷയെ ഭയങ്കര ബന്ധനമാ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തലമുറയ്ക്ക് പഠിക്കാൻ കഴിയില്ല, ജോലി കിട്ടുന്നില്ല, അധ്വാനിച്ചിട്ട് കയ്യിലൊന്നുമില്ല, എവിടെയും പ്രശ്നങ്ങളാ, നിന്ദകളാ, എന്ന് രോഗമാണ്, എന്ന് ദുഃഖമാണ്, ഭവനത്തിനകത്തൊരു സമാധാനമില്ല ഭാഷ എന്നൊക്കെ പലരും എന്നെ വിളിച്ചു പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ശ്രോതാവി നിന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്? നീ ദൈവത്തെ മറന്നുപോയി. നീ ദൈവത്തെ മറന്നുപോയി. ഇന്ന് നീ പാപിയായിട്ട് ജീവിക്കുന്നതുകൊണ്ട്, പാപം നിന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് നിനക്കെന്നും കഷ്ടം തന്നെയാണ്. ഏതെല്ലാം ബിസിനസ്സുകൾ നീ ചെയ്തു, ഏതെല്ലാം ജോലികൾ നീ ചെയ്തു, നിന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് ജോലികൾ നീ ചെയ്തില്ലേ, ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തില്ലേ, പല മേഖലയ്ക്ക് നീ മാറി മാറി പലതും ചെയ്തു നോക്കിയില്ലേ, ഒന്നും അതിന്റെ വിജയത്തിന്റെ സാന്നിധ്യത്തെ വിജയപൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ കഴിയാതെ എല്ലാം തകർന്ന തരിപ്പണമായി ഇന്ന് നീ നെട്ടോട്ട് ഓടുകയല്ലേ. ഹല്ലേലൂയ. എന്താണ് നിന്റെ ജീവിതത്തിൽ പാപം നിറയപ്പെടുന്നത്? അല്ലെങ്കിൽ പണ്ടൊരു മനുഷ്യൻ അല്ലെങ്കിൽ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, പഴഞ്ചൊല്ലാൻ തോന്നുന്നു, അല്ലെങ്കിൽ നടന്നിട്ട് കാര്യമില്ല, നായ്ക്ക് ഇരിക്കാനുണ്ട് സമയമില്ലെന്ന് പറഞ്ഞിട്ട്. നായ നടന്നിട്ട് ഒരു കാര്യമില്ല, നായ്ക്ക് ഇരിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ പോലെ ചില ആളുകൾ അങ്ങനെയാണെന്ന്. അല്ലേലിയ എന്ന് പറഞ്ഞാൽ അവൻ പലതിനു വേണ്ടി ഓടി, പലതിനു വേണ്ടി ശ്രമിച്ചു, പലതും ചെയ്തു നോക്കി, പല വ്യാപാരം ചെയ്തു, പല ജോലികൾ ചെയ്തു, പല സംരംഭങ്ങൾ ചെയ്തു നോക്കി, ഒന്നിനും വിജയം കണ്ടില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി, കൂട്ടുകൂടി കമ്പനി കൂടി വലി മദ്യപിച്ച് ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾ വീണ് തകർന്ന് തരിപ്പണമായി. പാപിക്കൊരിക്കലും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. പാപി എന്നും പാതാളത്തെന്ന് പറഞ്ഞതുപോലെ നീ പാപിയാണോ? നിന്റെ ജീവിതം ഇന്ന് ദുരിതം തന്നെയായിരിക്കും. എന്നാൽ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവ് യേശുക്രിസ്തുവിനോട് നിന്റെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുത്ത് യേശുവിന് വേണ്ടി നീ നിന്നുകൊണ്ട് നിന്റെ പാപത്തെ നീ പരിപൂർണമായി വിട്ടുകളഞ്ഞ് നീ ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനമോ, അതുകൊണ്ട് അവന്റെ സ്തുതിയെ നീ വിവരിക്കുന്നവനാണെങ്കിൽ നിന്റെ കഷ്ടതകളെ ദൈവം മാറ്റിത്തരും, രോഗത്തെ ദൈവം മാറ്റിത്തരും, എൻ്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റിത്തരും. ഹല്ലേലൂയ. ചില ആളുകൾ പറയും, എൻ്റെ പാസ്റ്റേ വീട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടി മന്ത്രവാദം ചെയ്തു, ഞങ്ങൾക്ക് വേണ്ടി ഏറെ താക്കട്ടെ ഓതിക്കെട്ടി എന്ന് വേണ്ട എന്തെല്ലാം ചെയ്തു, ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തെ തകർത്ത് കളയുക, ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുക, കുടുംബ ജീവിതം നന്നാകാൻ, തലമുറ നന്നാകാൻ അവർ അനുവദിക്കത്തില്ലെന്നൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്? നീ ദൈവത്തെ സ്തുതിക്കാത്തവനായതുകൊണ്ട്, ദൈവത്തെ സ്തുതിക്കാത്തവരായതുകൊണ്ട്
ലോകത്തെ നീ ഭയപ്പെടുന്നു. ആഭിചാരം, മന്ത്രവാദ, കൂടോത്ര ക്ഷുദ്രശക്തികളെ നീ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് നിനക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ സംഖ്യാപുസ്തകം 23-23 വാക്യത്തിൽ വരുമ്പോൾ ആഭിചാരം യാക്കോബിന് ഭരിക്കില്ല, ലക്ഷണത്തിന് ഇസ്രായേൽ ഭരിക്കുകയില്ലെന്ന്. അപ്പൊ ആഭിചാരം യാക്കോബിന് ഭരിക്കില്ല, ലക്ഷണത്തിന് ഇസ്രായേൽ ഭരിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം. പിന്നെ നീ എന്തിനൊക്കെ ഭയപ്പെടണം? ആമേൻ. നീ ഭയപ്പെടുന്നു ദൈവത്തെ സ്തുതിക്കാത്തത് കൊണ്ടാണ്, നീ ദൈവത്തെ മഹത്വപ്പെടുത്താത്തത് കൊണ്ടാണ്, ദൈവമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇതിനെയൊക്കെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പരിശുദ്ധനാമേ, നീ മടങ്ങി വരണം. ആമി സ്തോത്രം. താമോ ഇന്ന് മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ചെയ്യുന്നത് പോലെ ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുള്ളൂ. ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ഈ സങ്കീർത്തനമൊക്കെ വായിക്കും 146 സങ്കീർത്തനം തൊട്ട് 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതാണ് കാണുന്നത്. 146 സങ്കീർത്തനം തൊട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ. 150 വരെ വായിക്കണം. അതിനകത്തെല്ലാം കാണുന്ന ദൈവത്തെ സ്തുതിക്കും. 150 സങ്കീർത്തനത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം, 150 സങ്കീർത്തനം അതിന്റെ ലാസ്റ്റ് വാക്യം പറയുന്നത് 6-ാം വാക്യം, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ പാപത്തിൽ മരിച്ചു കിടക്കുന്ന, പാപത്തിൽ മരിച്ചുപോയ വ്യക്തിക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. അതിനാണ് ഞാൻ നാമേ മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കില്ല. നാമോ നിന്ന് വലുതേക്ക് നമ്മുടെ യഹോവയെ സ്തുതിക്കുന്നത് പറയുമ്പോൾ മരിച്ചവർക്ക് മൗനത ഇറങ്ങി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന ജീവനോടെ ഇരിക്കുന്ന അതിന്റെ ആത്മീയാർത്ഥം പറയുമ്പോൾ പാപത്തിൽ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. എന്നാൽ പാപത്തിന് പരിഹാരം വരുത്തി നിത്യജീവൻ പ്രാപിച്ച, പുതുജീവൻ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ, ജീവനുള്ളവന് മാത്രമേ, പാപത്തിന് പരിഹാരം വരുത്തിയവന് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വചനം പറയുകയാണ്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അപ്പം ദൈവിക സ്തുതിയുടെ ആകെ തുക എന്നുള്ളതാണ് 150 സങ്കീർത്തന ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക. 1-ാം വാക്യത്തിൽ 3 പ്രാവശ്യം യഹോവയെ സ്തുതിപ്പ് എന്ന് പറയുന്നു. അതിന്റെ എബ്രായ രൂപമായ ഹല്ലേലൂയ എന്ന ചേർത്ത് ഈ വാക്യം വായിച്ചാൽ കൂടുതൽ മനോഹരമായി തീരുമെന്ന് വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ, ഹല്ലേലൂയ അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ, ഹല്ലേലൂയ അവന്റെ നിലയിൽ. ഈ സങ്കീർത്തനം മുഴുവൻ ഹല്ലേലൂയ എന്ന പദം ചേർത്ത് വായിച്ച 150-ാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രകാശം കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തുതിക്കുന്നവന്റെ ഉള്ളെപ്പോഴും പ്രകാശത്താൽ നിറയപ്പെട്ടതായിരിക്കും. സ്തുതിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതി സ്തോത്രങ്ങൾ നാം ഇന്ന് പറയുന്നവന്റെ ഉള്ളത്തിലെപ്പോഴും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് ഒരു ദിവസം സ്തുതി സ്തോത്രങ്ങൾ എത്ര പ്രാവശ്യം പറയാൻ കഴിയും? ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ നിനക്ക് മഹത്വപ്പെടുത്താൻ കഴിയുമോ? ദൈവിക സാന്നിധ്യം നിനക്ക് ഇരിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നീ മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ സ്തുതിക്കേണ്ടത് അവന്റെ വിശുദ്ധ മന്ദിരത്തിലാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് അവന്റെ വിശുദ്ധ മന്ദിരത്തിലാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കാൻ എന്റെ വിശുദ്ധ മന്ദിരം എന്ന് പറയുമ്പോൾ 4 ചുമരുകൾക്കകത്തല്ല. 4 ചുമരുകൾക്കകത്ത് എന്ന് പറയുന്നത് നമുക്ക് കൂടി വരുവാൻ വേണ്ടിയിട്ട് 4 ചുമരുകളാൽ ഒരു കെട്ടിടം തീർത്ത് വെച്ചിരിക്കുന്നു. 4 ചുമരുകൾക്കകത്ത് നിന്നാൽ ആ ചുമരുകൾക്കകത്തല്ല ദൈവം, അതിൽ ചേർന്ന് നിൽക്കുന്ന അവന്റെ വിശുദ്ധ മന്ദിരമായിരിക്കുന്ന നിന്റെ ഉള്ളിലാണ് സ്തുതി സ്തോത്രം ഉണ്ടാകേണ്ടത്. അപ്പൊ അവര് ദൈവത്തെ സ്തുതിക്കുന്ന അവന്റെ വിശുദ്ധ മന്ദിരം, അവന്റെ വിശുദ്ധ മന്ദിരം പറഞ്ഞാൽ നമ്മളാകട്ടോ. അതാണ് 1 കൊരിന്ത്യർ 3 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വായിക്കുന്നത്. അപ്പം ദൈവത്തെ സ്തുതിക്കുന്നത് അവന്റെ വിശുദ്ധ മന്ദിരത്തിലാണ്. പുതിയ നിയമ ഭാഷയിൽ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. നിയമത്തിൽ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. അതാണ് ഞാൻ 1 കൊരിന്ത്യർ 3:16 പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പം ദൈവജനത്തിന്റെ കൂടിവരവിൽ ദൈവത്തെ സ്തുതിക്കേണ്ട കാര്യമാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. ആകാശവിധാനത്തിൽ ദൈവം 1000 കോടി ജ്യോതിർഗോളങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് തന്റെ ബലത്താൽ അഥവാ സർവശക്തിയാലാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, കാണുന്ന ഈ ആകാശമണ്ഡലത്തിൽ കോടാനുകോടി നക്ഷത്ര ഗാലക്സികളെ, സൂര്യചന്ദ്രനൊക്കെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ സർവശക്തിയാലാണ്. ഹല്ലേലൂയ. അപ്പൊ ആകാശവിധാനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന്റെ മഹിമയ്ക്കും വീര്യപ്രവൃത്തികൾക്കും അനുസരണമായി അവനെ സ്തുതിക്കണം.
അല്ലേ? അപ്പൊ നമ്മൾ ഏത് മേഖലയിലായിരുന്നാലും ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ലഭിച്ച സമയം ശ്രേഷ്ഠമാണ് സ്വാഭാവി. ഇന്ന് പകൽ ലഭിച്ച സമയം ശ്രേഷ്ഠമാണ്. നിന്റെ ജീവിതകാലത്ത് നിനക്ക് ലഭിച്ച സമയം നീ പൊട്ടച്ചുല്ലും കളിവാക്കും ചീത്തത്തരും ഒക്കെ പറഞ്ഞ് ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ, പ്രഭാതത്തിൽ എഴുതിട്ട് അടുത്ത വീട്ടിലേക്ക് ഊരി അടുത്ത വീട്ടിലെ കുറ്റവും കുറവും പറയാതെ, അടുത്ത സഭയിൽ ചെന്ന് ദൈവദാസന്റെ കുറ്റം പറയാതെ, മറ്റു വിശ്വാസികളെ കുറിച്ച് നീ ചൂഷണം ചെയ്യാതെ, മറ്റു വിശ്വാസികളെ കുറിച്ച് മറ്റു ദോഷം പറയാതെ, എന്റെ അയൽ ഭവനത്തെ കുറിച്ച്, എന്റെ ബന്ധുപുത്രാദികളെ കുറിച്ച്, സഹോദരനെ കുറിച്ച് അവരുടെ കുറ്റം കണ്ടുപിടിച്ച് നീ മറ്റു ഭവനത്തിലേക്ക് ഓടിച്ചെന്ന് പറയാതെ, നീ മടങ്ങി വന്ന് നിന്റെ ഭവനത്തിനകത്ത് ഈ ഇരുന്ന് വിശുദ്ധ മന്ദിരമാകുന്ന നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതിന്റെ ജീവിത യാത്ര, നീ ആകാശത്തിൽ കൂടെ യാത്ര ചെയ്താലും, ഭൂമിയിലൂടെ യാത്ര ചെയ്താലും, വെള്ളത്തിലൂടെ, കടലിലൂടെ നീ സഞ്ചരിക്കുന്ന സമയമായിരുന്നാലും എവിടെ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ സ്തുതിക്കുള്ള വലിയൊരു ആഹ്വാനമാണ്. അല്ലെങ്കിൽ അപ്പൊ ദൈവത്തെ സ്തുതിക്കേണ്ട അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ. അല്ലെങ്കിൽ എന്തുകൊണ്ട്? അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം എങ്ങനെ എന്ന് വചനം പറയുക. ഹല്ലേലൂയ. ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കുക? ജീവനുള്ളവർ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നാം വായിച്ച വചനം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം ദൈവത്തെ സ്തുതിക്കും. നിങ്ങളുടെ ശരീരത്തിന്റെ സകല അവയവങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ശ്വാസവും ഹൃദയത്തിന്റെ സ്വാതന്ത്ര്യമെല്ലാം അവന്റെ കരങ്ങളിലാണ്. അവന്റെ കരങ്ങളിൽ വരച്ചിരിക്കുക. ശത്രുവിന് വിട്ടുകൊടുക്കാതെ, ദുഷ്ടന് വിട്ടുകൊടുക്കാതെ, സാത്താന് വിട്ടുകൊടുക്കാതെ അവൻ നിന്റെ കാത്തു പരിപാലിക്കുമ്പോൾ നീ അത് മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ എന്ത് ചെയ്യണം? സ്തുതികൾ ഉയരണം. അല്ലെങ്കിൽ പേരുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരാ. പേരുകൊണ്ട് സ്തുതിക്കുന്നവരും പേരുകൊണ്ട് നമ്മൾ പലതും പറയാറുണ്ട്. അതല്ല, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ വീഴരുത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ മയങ്ങി പോകരുത്. നീ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, നീ കർത്താവിന്റെ മണവാട്ടിയാണ്. കർത്താവിന്റെ മണവാട്ടിയാണ്. മണവാട്ടി ആയിരിക്കുന്ന നീ എന്ത് ചെയ്യണം? നിന്റെ മണവാളനെ ഓർത്ത് സ്തുതിക്കണം. ഹല്ലേലൂയ. നിന്റെ മണവാളനാണ് കർത്താവ് യേശു ക്രിസ്തു കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, നാം ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ഈ വചനമായി എവിടെയെല്ലാം എങ്ങനെയെല്ലാം ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിനുമായി വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഈ മൊബൈലൊക്കെ മാറ്റിക്കളഞ്ഞ് നീ ജീവനുള്ളവനായി മാറണം. നീ ജീവൻ ഇല്ലാത്തതായ പാപത്തിൽ മരിച്ചു കിടക്കുന്നതുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥനാ സമയം പോലും നീ മാറ്റിക്കളഞ്ഞ് നീ മൊബൈലിന് അഡിക്റ്റായി മാറി. ഹല്ലേലൂയ. മൊബൈലിന് അഡിക്റ്റായി മാറി രാവുകളില്ലാതെ അതിന് മുമ്പിൽ നിന്റെ സമയം ചെലവഴിക്കുക. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് മടങ്ങി വന്ന് ശ്രോതാവേ, നീ ദൈവത്തോട് ചേർന്നിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക കേട്ടോ. വായിച്ച വചനം വലിയ സ്തോത്രം. വായിച്ച വചനം വലിയ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. അതെ, പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ, പ്രവാചകൻ പറഞ്ഞ വാക്യമാ. പ്രവാസത്തിൽ കിടന്ന് ഇസ്രായേൽ മടങ്ങി വരുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നപ്പോഴും പ്രവാചകൻ പറഞ്ഞു, കർത്താവിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ജനമാ, നാം സ്വദേശത്തേക്ക് മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിക്കുമെന്ന് പ്രവാചകന്റെ വാക്കുകൾ ചിന്തിച്ചാൽ ജീവനുള്ളതൊക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ പുതിയ നിയമസഭ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് വരെ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ പാപം നിറഞ്ഞ ജീവിതമാണോ, ശാപം നിറഞ്ഞ ജീവിതം, ബന്ധനമാണോ, കണ്ണുനീരാണോ എൻ്റെ കുടുംബത്തിൽ, നിരാശയുടെ ദുഃഖത്തിന്റെ കരുതലിലാണോ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ മഹാവ്യാധികൾ നീ ഭാരപ്പെടുകയാണോ, കുടുംബ ജീവിതം തകർന്ന അനുഭവമാണോ, എല്ലാവരും ഒറ്റപ്പെട്ട് നിന്ദിക്കപ്പെട്ട അനുഭവമാണോ, ജീവിതത്തിൽ മരണത്തിന്റെ ആ സാഹചര്യത്തിൽ നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് നീ മടങ്ങി വന്ന് കർത്താവിന്റെ സന്നിധി സ്തുതിക്കുവാൻ നീ തുടങ്ങുമ്പോൾ നിന്റെ സ്ഥിതികളെല്ലാം ദൈവം മാറ്റും. നിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റും. നീ എവിടെയെല്ലാം പരാജയപ്പെട്ടോ, നിന്ദിക്കപ്പെട്ടോ, അപമാനിക്കപ്പെട്ടോ അതിനെ തന്നെ ഇതിന്റെ മാനിച്ചുയർത്തുവാൻ തുടങ്ങും ദൈവം. നിന്റെ സകല കഷ്ടതകൾ മാറും. നിന്റെ സകല ബന്ധനങ്ങൾ വഴി നിന്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാക്കാൻ തുടങ്ങും. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ പലധികം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക നാച്ചുറൽ 800 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽ പെടാത്തവർ, കർത്താവിന്റെ ശൈശവത്തിലും ബാല്യത്തിൽ, കൗമാരത്തിലും, യൗവനത്തിലും, വാർത്തയിലും, വൃത്തരും, അശന യാചകർ, ഓർഫനേജ് കോളേജിൽ തടവറയായ സകല ജനത്തെയും ആഭിചാര മാത്രവാദ സൂത്രശക്തിയിൽ, ബന്ധനങ്ങളിൽ, പോരാട്ടങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും പാർശ്വലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന, ഈ ലോകത്തിൽ ജടികമായ പാപസ്വങ്ങളിൽ വീണ് കിടക്കുന്ന സകല ജനങ്ങൾ, വെല്ലക്കേത്
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർ, എന്റെ രാജ്യരാഷ്ട്ര തലവന്മാരും, എല്ലാ കർത്താവ് ജനങ്ങൾ, എല്ലാ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ നിൽക്കുന്ന എല്ലാ മത നേതാക്കന്മാരെയും, എല്ലാ രാഷ്ട്രീയ ഭരണപക്ഷ പാർട്ടികളെയും കർത്താവ് ക്രമസമാധാന പാലക നിയമനിർമ്മാണ രംഗത്ത് ജുഡീഷ്യറി എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. സകല മേഖലയും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിതൊട്ട് കോട്ടാതി വരെ പാർക്കുന്ന വലിയ ചെറിയ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ജനം പാപം വിട്ട് മടങ്ങി വരട്ടെ, ശാപം വിട്ട് മടങ്ങി വരട്ടെ, ബന്ധങ്ങൾ വിട്ട് മടങ്ങി വരട്ടെ. ഈ ലോകത്തിന്റെ ജനിക സുഖങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ജീവനുള്ളൊരുക്കുകയും ആമി ദൈവത്തെ സ്തുതിക്കുവാൻ ആമി സംഗീതക്കാരൻ പറയുന്നതുപോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവെ തങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവർ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമാണ് തിരിച്ചറിയുവാൻ കണ്ണു തുറക്കണ. കുടുംബത്തിന്റെ ശാപം മാറട്ടെ, ബന്ധനം ഒഴിയട്ടെ, അവിചാരം മാത്രം കൂടോട്ട ശുദ്ധശക്തികൾ മാറിപ്പോകട്ടെ. മഹാവ്യാധികളെ നീക്കണമേ. കർത്താവ് ജീവിതം തകർന്ന് നശിച്ച് ആമി കടക്കണിയാൽ കടന്നു പോകുന്നുണ്ട്, ഭവനമില്ലാതെ തലമുറയില്ലാതെ ആമി കുടുംബജീവൻ തകർന്ന് കുടുംബജീവിത പ്രശ്നങ്ങൾ ഡിവോഴ്സിന്റെ ഒക്കെ ആയിരിക്കുന്ന അനേക വിഷയങ്ങൾ തലചായ്പാൻ ഇടമില്ലാതെ ഭാരപ്പെടുന്നവരല്ലിയ കടക്കണിയാൽ കടന്ന് ജപ്തി നടപടി നേരിടുന്ന വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്നവർ, നൊമ്പരപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ട വിസ കിട്ട ഭാരപ്പെട്ട വിദേശ കടന്ന് ജോലി പോയി നഷ്ടപ്പെട്ടിരിക്കുന്നവർ, വിവിധ നിരകളിൽ കഷ്ടം സഹിക്കുന്നവരുണ്ട്. അമ്മ എന്റെ നടുവിൽ കർത്താവ് ജനത്തിന് വിടുതൽ ആശ്വാസം കൊടുക്കണമേ. സകല മുഖത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.